ക്ലാസ് 10ൻ്റെ റിസൾട്ട് ഇപ്പോൾ വരുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആവുകയാണെങ്കിൽ ഈ അക്കാഡമിക് ഇയറിൽ ക്ലാസ് 11ൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഒരു 90% ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് എലക്റ്റീവ് സബ്ജക്റ്റ് 3 SS, മാത്സ്, സയൻസ്, ലാംഗ്വേജസ് 2, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതിൽ എലക്റ്റീവ് സബ്ജക്റ്റിൽ ഏതിനെങ്കിലും പെർസെൻറ്റേജ് കുറവോ അല്ലെങ്കിൽ ഫെയിലോ, ഫോർ എക്സാമ്പിൾ മാത്സ് ഫെയിലായെന്ന് വിചാരിച്ചോ, ഇവർ അഡീഷണൽ സബ്ജക്റ്റായിട്ടുള്ള IP സബ്ജക്റ്റ് കോഡ് 402 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്ക് ഈ ഫെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറവുള്ള സബ്ജക്റ്റിലേക്ക് ചേർക്കുന്നതായിരിക്കും. എന്ന് വച്ചാൽ പെർസെൻറ്റേജ് കുറയും എന്നുള്ളവർക്ക് IPക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് കൂടും. ഇനി ഒരു സബ്ജക്റ്റിൽ തോറ്റു എന്നുള്ളവരാണെങ്കിൽ IPയുടെ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പാസ് സർട്ടിഫിക്കറ്റും കിട്ടും. പക്ഷേ ഈ മാത്സിന് തോറ്റതുകൊണ്ട് 11ൽ മാത്സ് സബ്ജക്റ്റ് ഓപ്ഷണലായിട്ടുള്ള ഇത് എടുക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷേ അതും വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ കമ്പാർട്ട്മെൻറ്റ് എക്സാം വരും. ആ എക്സാമിൽ ഇവർ മാത്സ് ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്ത് പാസ്സായാൽ മതി. അപ്പം 11ൻ്റെ അഡ്മിഷനെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഫെയിലായി അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ബാധിക്കില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഇപ്പം മാത്സ് തോറ്റിട്ട് 12ലെ മാത്സ് മെയിനായിട്ട് പഠിക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. താങ്ക് യു.